ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനുശ്രീയെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും ബാലനും കോമതിയും അറിയുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാട്ടോ. അപ്പം ആര്യന് ആദ്യം മുതലേ സംശയമുണ്ട് അലോകും അനുശ്രീയും തമ്മിലുള്ള ബന്ധത്തിൽ. അങ്ങനെ ആര്യൻ ഒരു ദിവസം ലോഡുമായിട്ട് പോകുമ്പോഴാണ് അലോകിനെ മറ്റൊരു പെൺകുട്ടിയെയും കൂടി കാണുന്നത്. അതും പരസ്പരം വല്ല ഇടപഴകി ഉള്ള അവരുടെ സംസാര രീതി കാണുമ്പം അലോകിന് സംശയം തോന്നുക. അതുമാത്രമല്ല തൻ്റെ അനിയത്തിയെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു പെൺകുട്ടിയായിട്ട് ഇവന് ബന്ധമുണ്ടോ എന്ന് അലോക് സംശയിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അനുവിനെ ഇക്കാര്യം അറിയിക്കണമെന്നും അലോക് അവളെ ചതിക്കുവാണെങ്കിൽ അവളെ വിളിച്ചുകൊണ്ട് ദേവമംഗലത്തേക്ക് പോകണമെന്ന് നമ്മുടെ ആര്യൻ തീരുമാനിക്കുകയാണ്. തന്നെ നമ്മുടെ ആര്യൻ നേരെ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുക. എന്നിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് അലോകിനെ വിളിക്കുകയാണ്. അപ്പം എല്ലാവരും ഇറങ്ങി വരിക. അനുവും ഇറങ്ങി വരാൻ കേട്ടോ. അലോകിനെ കാണുമ്പോൾ തന്നെ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുക, എൻ്റെ അനിയത്തെ ചതിച്ചിട്ട് വേറൊരു പെണ്ണുമായിട്ട് നീ കറങ്ങി നടക്കുന്നത് ഞാൻ അറിയില്ലെന്ന് നീ കരുതിയോടാ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇത് കേൾക്കുമ്പോഴും അനുസരിക്ക് ഒരു ഭാവമാറ്റവും ഇല്ല കേട്ടോ. ഇവൻ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? എൻ്റെ അനിയത്തെ ഓരോ പ്രലോഭനങ്ങളിൽ വീഴ്ത്തി കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ അവന് മറ്റൊരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ട്. ഇതൊന്നും ഞാൻ സമ്മതിച്ച് തരില്ല. ഇവന്റെ ഈ സ്വഭാവമൊക്കെ മോൾ അറിഞ്ഞു വെച്ചിട്ടാണോ ഇവന്റെ കൂടെ ജീവിക്കുന്നത് എന്ന് അനുവിനോട് ചോദിക്കുകയാണ്. അപ്പം അത് കേൾക്കുമ്പോഴത്തേക്കും അനുശ്രീ ഒന്നും മിണ്ടാതെ നിൽക്കുക. അവൻ മിണ്ടാതെ നിൽക്കുന്ന കണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ആര്യൻ വീണ്ടും അലോകിനെ എടുത്തിട്ട് അടിക്കുകയാണ് കേട്ടോ. അപ്പം ഇത് കാണുന്ന അച്യുതൻ അങ്ങോട്ട് ഓടി വരികയാണ്. എൻ്റെ വീട്ടിൽ കയറി എൻ്റെ മോനെ തല്ലാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന ആര്യം പറയും, എൻ്റെ അനിയത്തെ ചതിച്ചിട്ട് ഇവൻ അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് വീണ്ടും തല്ലുക. അപ്പം ഈ ബഹളങ്ങളൊക്കെ കേട്ടുകൊണ്ട് ദേവമംഗലത്തു നിന്നും എല്ലാവരും ഇറങ്ങി വരികയാണ്. ആനന്ദും ആകാശം കൂടി ആര്യനെ പിടിച്ചു മാറ്റാനായിട്ട് തുടങ്ങുക. എടാ നീ എന്താ ഈ ചെയ്യുന്നത്? നീ എന്തിനാ വീണ്ടും ഇവൻ്റെ പിന്നാലെ നടക്കുന്നത്? പലവട്ടം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതല്ലേ നമ്മളെ എല്ലാവരെയും ഉപേക്ഷിച്ച ഇവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അപ്പം അവളുമായിട്ടുള്ള ബന്ധം നമുക്ക് അവസാനിച്ചത് എന്ന് പറയാം. ഏട്ടാ എന്ന് കരുതി അനു നമ്മുടെ പെങ്ങളല്ലാതെ ആവുന്നുണ്ടോ? അവളുടെ ജീവിതം ഒരു വലിയ അപകടത്തിലേക്ക് പോകുന്നത് കണ്ടു നിൽക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് ചോദിക്കാം. അപ്പം ബാലനും കോമതിയും ഒന്നും മനസ്സിലാക്കാതെ നോക്കി നിൽക്കുക. നീ എന്താണെന്ന് വെച്ചാൽ പറയുന്നുണ്ടോ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പം ആര്യം പറയും, ഇവനെ വേറൊരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ട്, അത് ഞാൻ കണ്ടെത്തി. അത് എൻ്റെ പെങ്ങളെ ചതിച്ചിട്ട് ഇവൻ അങ്ങനെ സമാധാനത്തോടെ ജീവിക്കണ്ട എന്ന് പറയാം. അപ്പം ഇതെല്ലാം കണ്ടും കേട്ട് നിൽക്കുന്ന അനു പറയൂട്ടോ, നിർത്തേട്ട എന്ന് പറയാണ്. എൻ്റെ ഏട്ടൻ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വന്നല്ലോ, എനിക്ക് അതിൽ പരം ഒരു സന്തോഷമില്ല. ഇവൻ ആരുടെ കൂടെ പോയാലും ആരെ കല്യാണം കഴിച്ചാലും എനിക്കൊന്നുമില്ല ഏട്ടാ എന്ന് പറയാം. നീ എന്താ മോളെ ഈ പറയുന്നത് എന്ന് അപ്പം ആരും ചോദിക്കുക. അനുവിൻ്റെ ആ സംസാരം കേൾക്കുമ്പം കോമതിയും ബാലനും ഒക്കെ അന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. അനു എന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം ഇന്ദിരാമ്മ അടുത്തേക്ക് ചെല്ലുക. മോളെ അനു, നീ എന്ത് വർത്തമാനോ പറയുന്നത്? അലോക് നിന്റെ ഭർത്താവാ, ആ ബോധം നിനക്കില്ലേ? അവൻ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിന്റെ ജീവിതത്തെ അല്ലേ? അതിനൊക്കെ നീ ഒന്നുമില്ലെന്ന് പറയുന്നത് എന്താ എന്ന് ചോദിക്കുക. അതിനിവൻ എൻ്റെ ഭർത്താവാണെങ്കിലല്ലേ എന്നെ ഇതൊക്കെ ബാധിക്കത്തുള്ളൂ എന്ന് അനുശ്രീ ചോദിക്കുകയാണ്. ഭർത്താവ് ആണെങ്കിലോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ? നീ എന്താണെന്ന് വെച്ചാൽ വ്യക്തമാക്കുന്നുണ്ടോ എന്ന് ചുറ്റും നിന്ന് എല്ലാവരോടും ചോദിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് കോമതിയും ബാലനും അത് കേട്ട് ഞെട്ടി നിൽക്കുക. അപ്പം ബാലൻ മുന്നോട്ട് വരിക. അനു, നീ എന്താ പറഞ്ഞത്? ഇവൻ നിന്റെ ഭർത്താവല്ലെന്നോ? പിന്നെ ഇവന് നീ തമ്മിലുള്ള ബന്ധം എന്താ എന്ന് ചോദിക്കാം. അപ്പം ബാലൻ തന്നോട് സംസാരിക്കാൻ വരുന്ന കാണുന്ന അനു അവിടെ നിന്ന് കരയാണ് കേട്ടോ. അച്ഛ എന്നോട് ക്ഷമിക്കച്ച, ഇവൻ എൻ്റെ ആരുമല്ല, ഇവൻ എന്നെ കല്യാണവും കഴിച്ചിട്ടില്ല എന്ന് പറയാണ്. മോളെ നീ എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിച്ചാൽ ആര്യനപ്പോൾ അനുവിനെ ചേർത്ത് നിർത്തുക. ഏട്ടാ ഞാൻ പറയുന്നതൊക്കെ സത്യം ഏട്ടാ, ഇവൻ എന്നെ ചതിച്ചതാ എന്ന് പറയാം. കല്യാണത്തലേന്ന് ഇവന് എന്നെ പല ഫോട്ടോസും കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു. എല്ലാം മോർഫ് ചെയ്ത ഫോട്ടോകളായിരുന്നു ഏട്ടാ. പക്ഷേ അത് ഈ നാട്ടുകാരെ ബന്ധുക്കളെ എല്ലാവരെയും കാണിച്ച് കല്യാണം മുടക്കുമെന്ന് പറഞ്ഞ് ഇവൻ എന്നെ ഒത്തിരി ബ്ലാക്ക് മെയിൽ ചെയ്തേട്ടാ. ഇവനോട് കാല് പിടിച്ചിട്ടാണേലും ഞാൻ അങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാ ഇവൻ്റെ കൂടെ രാത്രിയിൽ ഇറങ്ങി ചെന്നത്. പക്ഷേ ഇവൻ എന്നെ ചതിക്കുമായിരുന്നു. എന്നെ മയക്കി കടത്തിക്കൊണ്ട് ഇവൻ എന്നെ കടത്തിക്കൊണ്ട് പോയേട്ടാ. എന്നിട്ട് കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് കൃത്യസമയത്ത് പിറ്റേ ദിവസം രാവിലെ വീട്ടിലെത്തിച്ചതാ ഇവൻ എല്ലാവരുടെ മുന്നിൽ നാടകം കളിക്കുന്നത് കണ്ടതുകൊണ്ട് ഇവൻ ആരുടെ മുന്നിൽ ജയിച്ച് നിൽക്കണ്ടെന്ന് കരുതിയാ ഞാൻ സ്വയം ആ താലി അവിടെ കിടക്കുന്നത് കണ്ടിട്ട് അതെടുത്ത് എൻ്റെ കഴുത്ത് കെട്ടി ഇവൻ കെട്ടിയതാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചത്. എൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് ഒരു കോടീശ്വരിയായ പെണ്ണിനെ കെട്ടാനായിരുന്നു ഇവൻ്റെ പ്ലാന്. അത് നടപ്പാക്കരുതെന്ന് ഞാൻ കരുതി. അതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്ന് പറയാം.
എൻ്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഇവ സന്തോഷത്തോടെ ജീവിക്കരുതെന്ന് ഞാൻ കരുതി. എൻ്റെ അച്ഛനും അമ്മയും കൂടപ്പറപ്പുകളും എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടു നിന്നു. അത് ഇവൻ കാരണമാ. അപ്പം ഇവന് ശിക്ഷ കൊടുക്കണമെന്ന് ഞാനും കരുതി എന്ന് പറയാണ്. എന്തൊക്കെയാ മോളെ നീ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ദിരാമ്മ വരികയാണ് കേട്ടോ അടുത്തേക്ക്. അതേ മുത്തശ്ശി, ഞാൻ പറഞ്ഞത് സത്യമാ. ഇവൻ ഒറ്റ ഒരുത്തം കാരണമാ ഇതെല്ലാം സംഭവിച്ചത് എന്ന് പറയാം. അത് കേൾക്കുന്ന ആര്യനും ആകാശും ആനന്ദും കൂടി ഓടി വന്ന് അലോകനിട്ട് എടുത്തിട്ട് അടിക്കുകയാണ് കേട്ടോ. അപ്പം അലോകാണെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയാതെ അവിടെ കിടന്ന് കാറി വിളിക്കുകയാണ് കേട്ടോ. നീ മിണ്ടിപ്പോകരുത്, ഞങ്ങളുടെ പെങ്ങളുടെ ജീവിതം തൊളിച്ചിട്ട് നിനക്ക് എങ്ങനെയാടാ സമാധാനത്തോടെ ഇരിക്കാൻ സാധിക്കുന്നേ? ഇനി നീ രണ്ട് കാലിൽ നിവർന്ന് നിൽക്കില്ല എന്ന് പറഞ്ഞ് ആരും വീണ്ടും തല്ല. അത് കാണുന്ന അച്യുതനും രാജശ്രീയും കൂടി ഓടി വന്ന് അലോകിനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുക. എൻ്റെ മോനെ ഒന്നും ചെയ്യില്ലേ എന്നും പറഞ്ഞ് രാജശ്രീ പൊട്ടിക്കരയാണ്. മക്കളെ നല്ലത് പറഞ്ഞു വളർത്തണം, അല്ലെങ്കിലേ നാട്ടുകാരിങ്ങനെ കയറി നിരങ്ങും എന്ന് ആര്യനപ്പ പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന അച്യുതൻ പറയും, ദേ നിന്റെ പെങ്ങളാ ഇവനെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് കൃഷ്ണമംഗലത്ത് ഇത്രയും നാളും വന്ന് ജീവിച്ചത്, അല്ലാതെ ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ദേ ഇനിയും നിങ്ങളുടെ മകനെ ന്യായീകരിച്ചുകൊണ്ട് വന്നാലുണ്ടല്ലോ അവനിട്ട് രണ്ടെണ്ണം കൂടി ഞാൻ കൊടുക്കും എന്ന് ആകാശപ്പ പറയാണ്. ഞങ്ങളുടെ പെങ്ങളുടെ കല്യാണം മുടക്കാൻ നാറിയ കളി കളിച്ചതും പോരാ, അവളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചപ്പം അവൾ ചെറുതായിട്ട് ഇത്രയല്ലേ ഇവനോട് ചെയ്തുള്ളൂ എന്ന് ചോദിക്കാം. അപ്പൊ ഇതെല്ലാം കണ്ടും കേട്ടും ഗോമതിയും ആകെ തകർന്നു നിൽക്കുക. ഗോമതി ഓടിപ്പോയി അനുവിനെ കെട്ടിപ്പിടിച്ച് കരയാ. എൻ്റെ മോൾ എന്നോട് ക്ഷമിക്കുക, എൻ്റെ മോള് തെറ്റ് ചെയ്തെന്ന് കരുതി അമ്മ എന്തുമാത്രം വെറുപ്പ് നിന്നോട് കാണിച്ചു എന്ന് പറയാ. സാരമില്ലമ്മേ, അമ്മയൊന്നും അറിയാതല്ലേ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചത്. എനിക്കതിൽ ഒരു വിഷമവും ഇല്ല. അമ്മയുടെ ഭാരകത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ പ്രവർത്തിക്കൂ എന്ന് അനു പറയാണ് കേട്ടോ. പെട്ടെന്ന് ബാലൻ വന്ന് അനുവിൻ്റെ കൈകളെ പിടിക്കുക. മോളിനി ദേവമംഗലത്ത് കഴിഞ്ഞാൽ മതി, കൃഷ്ണമംഗലത്ത് ഒരു നിമിഷം പോലും നിൽക്കരുത്, ഈ നിമിഷം നീ വാ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇന്ദ്രമ്മ വന്ന് അനുവിൻ്റെ കൈ പിടിക്കുക. എന്താ മോളെ, നീ വീണ്ടും ദേവമംഗലത്തേക്ക് പോവുകയോ? നീ ഇവിടുത്തെ മരുമോളല്ലേ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോഴത്തേക്കും ഇന്ദിരാമ്മയോട് എല്ലാ ബഹുമാനത്തോടു കൂടി ബാലൻ പറയും, അനു എല്ലാ സത്യാവസ്ഥയും അമ്മയെ അറിയിച്ചില്ലേ? അലോകും ആയിട്ട് ഒരു ബന്ധവും ഇവക്കില്ല. ഇനി എന്ത് ബന്ധത്തിന്റെ പേരിലാ അവൾ അവിടെ നിൽക്കേണ്ടത്? ഇവളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചതും അവനാ. ഇനി അവൾ ഞങ്ങളുടെ കൂടെ തന്നെ വരണം എന്ന് പറഞ്ഞ് അനുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവാണ് കേട്ടോ. കൂടുതലായിട്ട് ആരോടും ഒന്നും ബാലൻ പറയുന്നില്ല. ബാലന്റെ പിന്നാലെ തന്നെ ഗോമതിയും ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് ബാലനാണെങ്കിൽ ആര്യനെ വിളിക്കും. ആര്യ എന്നൊരു വാക്കേ പറയുന്നുള്ളൂ. കാര്യം മനസ്സിലാക്കിയ ആര്യനും ആകാശും ആനന്ദും ചെല്ലുകയാണ് കേട്ടോ. പക്ഷെ ആര്യൻ അലോകിനെ കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്നുള്ള രീതിയിൽ. അപ്പം അകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഗോമതി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കും, മോളെ നിനക്കിത് ആരോടെങ്കിലും ഇവിടെ അറിയിച്ചാൽ പോരായിരുന്നോ? നിന്റെ കൂടെ എല്ലാവരും നിൽക്കില്ലേ? നിന്നെ ഞങ്ങൾ ആരെങ്കിലും അവിശ്വസിക്കുമോ എന്ന് ചോദിക്കുക. അപ്പം പെട്ടെന്ന് നമ്മുടെ അനു പറയും, അമ്മേ ആ സാഹചര്യത്തിൽ എനിക്ക് ആരോടും പറയാനായിട്ട് സാധിച്ചില്ല. ഞാൻ കുറേ ശ്രമിച്ചതാ നിങ്ങളെ ആരെയെങ്കിലും കാര്യങ്ങൾ അറിയിക്കാൻ, പക്ഷെ പറയാനൊരു അവസരം കിട്ടിയില്ല എന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന മീനു ആണെങ്കിൽ ദേഷ്യത്തോടെ മുന്നോട്ട് വരും. എന്നിട്ട് പറയും, ഇവളോട് ചോദ്യം ചെയ്യുന്നതിന് പകരം ഈ തെറ്റുകളെല്ലാം ചെയ്തു കൂട്ടിയ ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്, അവരോട് വേണം ചോദിക്കാൻ എന്ന് പറയാണ്. അത് കേൾക്കുന്ന ഗോമതി ചോദിക്കും, മീനു നീ എന്താ പറയുന്നത്? ആരോട് ചോദിക്കാൻ എന്ന് ചോദിക്കാം. സുകന്യേച്ചി, അനു എല്ലാ കാര്യങ്ങളും സുകന്യേച്ചിയോട് പറഞ്ഞിരുന്നു എന്ന് പറയാം. അത് കേൾക്കുന്ന സുകന്യ തൻ്റെ കാര്യം കഷ്ടത്തിലായി എന്നുള്ള രീതിയിൽ പേടിച്ച് വരച്ച് നിൽക്കുകയാണേ. അപ്പൊ ധർമ്മ മുന്നോട്ട് വരിക. എന്നിട്ട് ചോദിക്കും, നിനക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നോ സുകന്യ എന്ന് ചോദിക്കുക. അത് പിന്നെ ധർമ്മേട്ട ഇവിടെ കള്ളം പറയുന്നതാ എന്ന് പറയാം. അത് കേൾക്കുന്ന അനു കയറി സുകന്യയുടെ മുന്നിലേക്ക് വരും. എന്നിട്ട് ചോദിക്കും, സുകന്യോട് ചോദിക്കും, മീനു ചേച്ചിയാണോ കള്ളം പറയുന്നത് അതോ നിങ്ങളാണോ? എന്നെ അലോക് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന കാര്യമൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ? അലോകിനടുത്തേക്ക് എന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ചത് ആരാ? നിങ്ങൾ ഒറ്റ ഒരുത്തിയല്ലേ എന്ന് ചോദിക്കാം. അനു പ്ലീസ്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ദേ ജയിക്കാൻ വേണ്ടി നീ ഇങ്ങനെ ഓരോന്നും വിളിച്ച് പറയരുത് എന്ന് പറയാം. ഞാൻ കള്ളം പറയുന്നു പോലും അല്ലേ? എൻ്റെ ജീവിതം ഈ വഴിയാക്കി തീർക്കാൻ നിങ്ങൾ ഒറ്റ ഒരുത്തിയ കാരണക്കാരി എന്ന് അനു പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ധർമ്മനാണ് വിശ്വസിക്കാൻ കഴിയാതെ അവൾ സുകന്യയുടെ മുന്നിലേക്ക് കയറി നിന്ന് ചെകിടം നോക്കി ഒരടി കൊടുക്കുകയാണ് കേട്ടോ. ധർമ്മേട്ട ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ വിശ്വസിക്കുക. സത്യമായിട്ടും അലോക് ഫോട്ടോ അയച്ചു തന്നപ്പം ഞാനതൊക്കെ ഒറിജിനൽ ആണെന്നാണ് കരുതിയത്. ഇവളുടെ കല്യാണം മുടങ്ങരുതെന്ന് കരുതി എങ്ങനെയും രണ്ടുപേരും തമ്മിൽ സംസാരിച്ച് പ്രശ്നം ഒത്തുതീർപ്പാക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അല്ലാതെ അലോകിന്റെ കൂടെ ഇവൾ ഒളിച്ചോടി പോകുമെന്നോ ഇങ്ങനെയൊക്കെ നടക്കുമെന്നോ ഞാൻ കരുതിയില്ല. ദേ ഇനിയും നിന്റെ നാടകം വേണ്ട. ആരാടി ഒളിച്ചോടി പോയത്?
ഞങ്ങളുടെ അനുമോളെ അവൻ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയെന്ന് പറ. അവളുടെ കല്യാണം മുടക്കി ജീവിതം ഈ വിധമാക്കി തീർക്കിയത് ആരാടി എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സുകന്യ പറയും, എനിക്കൊന്നും അറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന, ഞാൻ സത്യമായിട്ടും കരുതിയില്ല എന്ന് പറയാം. അപ്പം പെട്ടെന്ന് ഗോമതി ആണെങ്കിൽ മീനുവിനോട് ചോദിക്കും, നിനക്കിത് അറിയായിരുന്നോ മീനു എന്ന് ചോദിക്കാം. അപ്പം അനു പറയും, മീനു ചേച്ചിയോടും മിത്രയിടത്തോടും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം മിത്രയുടെ മീനുവിൻ്റെ അടുത്തേക്ക് ഗോമതി ചെന്നിട്ട് പറയും, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് കൃഷ്ണമംഗലത്ത് ജീവിക്കാൻ നിങ്ങൾ എന്തിനാ ഇവളെ സമ്മതിച്ചത്? നിങ്ങൾക്ക് ഇവിടെ വന്നൊരു ഈ കാര്യം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കാം. അപ്പം പെട്ടെന്ന് അനു മുന്നിലോട്ട് കയറി വന്നിട്ട് പറയും, അമ്മേ അവരോട് ദേഷ്യപ്പെടരുതേ അമ്മേ, ഞാൻ പറഞ്ഞിട്ടാ അവരാരോടും പറയാതിരുന്നത്. ഞാൻ അവരോട് വാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവരാരും ഒന്നും പറയാതിരുന്നത് എന്ന് പറയാം. എനിക്കവിടെ നിൽക്കണമായിരുന്നു. എന്നെ അവൻ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോ അങ്ങനെയൊക്കെ തിരിച്ചവന് മറുപടി കൊടുക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ നിന്നത്. ഞാൻ സ്ഥിരമായിട്ട് അവിടെ നിൽക്കില്ലെന്നും സത്യാവസ്ഥ എല്ലാവരെയും സമയമാകുമ്പം അറിയിച്ചോളാമെന്നും മീനു ചേച്ചിക്കും മിത്ര ചേച്ചിക്കും വാക്ക് കൊടുത്തിരുന്നു എന്ന് അനു പറയാൻ കേട്ടോ. പെട്ടെന്ന് ഗോമതി സുകന്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് സുകന്യെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ്. നീ ഈ കുടുംബത്തിൽ നിന്നുകൊണ്ട് ഈ കുടുംബത്തിന്റെ നാശമാണല്ലേ ആഗ്രഹിക്കുന്നത്? നിന്നെ കല്യാണം കഴിച്ച് വന്നപ്പോൾ മുതൽ പല പ്രശ്നങ്ങളും നീ ഇവിടെ ഉണ്ടാക്കാൻ നോക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ധർമ്മൻ്റെ ജീവിതം ഓർത്ത് അതെല്ലാം ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇതെനിക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കില്ല. നീ ഒറ്റ ഒരുത്തി കാരണം എൻ്റെ മോളുടെ ജീവിതമാടി ഒന്നും അല്ലാണ്ടായി പോയത് എന്ന് പറയാം. ഗോമതി ചേച്ചി എന്നെ ഒന്ന് മനസ്സിലാക്കുക, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഈ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം പ്രവർത്തിച്ചത് എന്ന് പറയാം. എന്ത് നന്മ? ഇനി ഒരു നിമിഷം പോലും ദേവമംഗലത്ത് നിന്നെ കാണാൻ പാടില്ല. ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം എന്ന് പറയാൻ കേട്ടോ. അപ്പം നമ്മുടെ ധർമ്മനാണെങ്കിലും തല കുനിച്ച് നിൽക്കുകയാണ്. തൻ്റെ ഭാര്യ കാരണം തനിക്ക് തല ഉയർത്തി മറ്റുള്ളവരെ നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായല്ലോ എന്നോർത്ത് ആ പാപം നിൽക്കുകയാണ് കേട്ടോ. അപ്പം ധർമ്മൻ്റെ അവസ്ഥയൊക്കെ നമ്മുടെ ബാലൻ ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് ബാലൻ ഗോമതിയുടെ അടുത്തേക്ക് വരിക. എന്നിട്ട് പറയും, ഗോമതി നീ ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ എന്ന് പറയാം. എന്നിട്ട് സുകന്യോട് പറയും, നീ ഈ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ നോക്കുന്നത് എനിക്കും അറിയാം. പക്ഷേ സുകന്യ ഒരു കാര്യം ഓർത്തോണം, സുകന്യ ഇനി ഈ കുടുംബത്തിലെ ആരുടെ കാര്യത്തിലും ഇടപെടാൻ പാടില്ല. ഇവിടെയുള്ള ഒരു പ്രശ്നത്തിലും അഭിപ്രായം പോലും പറയാൻ ഇനി സുകന്യക്ക് അവകാശം ഉണ്ടായിരിക്കില്ല എന്ന് പറയാണ്. ധർമ്മന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ സമാധാനത്തോടെ മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കുക, അല്ലെങ്കിൽ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോളൂ എന്ന് പറയാം. അത് കേൾക്കുന്ന സുകന്യ പറയും, ഇല്ല ബാലേട്ട, ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇതും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഈ കുടുംബം എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നേ കരുതിയുള്ളൂ. കല്യാണത്തലേന്ന് അവനൊരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അനുവിൻ്റെ ജീവിതത്തെ അല്ലേ ഏറ്റവും കൂടുതൽ ബാധിക്കുക. ആരും അറിയാതെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ഞാൻ നോക്കിയത് എന്ന് പറയാം. ഞാനിനി ഒരു പ്രശ്നത്തിനും നിൽക്കില്ല, ഒരു കാര്യത്തിലും ഇടപെടാനും നിൽക്കില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ധർമ്മനാണെങ്കിൽ സുകന്യയുടെ അടുത്തേക്ക് വരിക. നീ ചെയ്തു കൂട്ടിയതൊന്നും ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ലടി എന്നും പറഞ്ഞ് നീയുമായിട്ട് എനിക്കിനി ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന ബാലൻ പറയും, ധർമ്മ അത്ര കടുത്ത തീരുമാനങ്ങളൊന്നും നീ എടുക്കണ്ട, ഇത് നിന്റെ ജീവിതം എന്ന് പറയാണ് കേട്ടോ. പെട്ടെന്ന് സുകന്യ പറയും, ബാലേട്ടൻ പക്ഷെ ഒരു കാര്യം ഓർക്കണം, അനുവിൻ്റെ ജീവിതം ഒരു രീതിയിൽ രക്ഷപ്പെടുകയല്ലേ ചെയ്തത്. ജീവനും വീട്ടുകാരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് ഇപ്പം നമുക്ക് വ്യക്തമായിട്ട് അറിയാലോ. ജീവനുമായിട്ടുള്ള അനുവിൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവളുടെ അവസ്ഥ? സ്വത്തിനോടും പണത്തിനോടും ആർത്തിയുള്ള അവർ അനുവിനെ ചിലപ്പം കൊല്ലാനും മടിക്കില്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗോമതിക്ക് കൂടുതൽ ദേഷ്യം വരാനായിട്ട്, എൻ്റെ മോളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആളാണല്ലേ നീ ഒന്നും പറയണ്ട. ഇനി ഈ കുടുംബത്തിൽ നീ ഒരു കാര്യത്തിലും ഇടപെടാൻ നിന്നേക്കരുത് എന്ന് ഗോമതി താക്കീത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.